ഹലോ ഫ്രണ്ട്സ്, നമുക്ക് ഒരു ക്ലേഡിങ് ഡിഷ് ഉണ്ടാക്കിയാലോ? ഗൈസ്, നമുക്ക് കുറച്ച് ക്ലേ എടുക്കണം. ഈ ക്ലേന് ഒരു പ്രത്യേകത ഉണ്ട്. ഈ ക്ലേ ഞാൻ ഉണ്ടാക്കിയ ക്ലേ തന്നെ കേട്ടോ. നമുക്ക് ക്ലേ യൂസ് ചെയ്ത് കുറേ ദിവസമായി. അപ്പോൾ അത് കുറച്ച് ഹാർഡ് ചെയ്യുന്നു. അപ്പോൾ ഞാനത് കുറച്ച് സോഫ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ സോഫ്റ്റ് ആക്കിയാൽ മതി കേട്ടോ. ഞാൻ എൻ്റെ കുറച്ച് ഹാർഡായ കാരണം സോഫ്റ്റ് ആക്കിയതാണ്. നമ്മൾ സോഫ്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് കൈ വെച്ച് എന്തെങ്കിലും ടൂൾസൊക്കെ വെച്ച് അത് ഹാർഡായി പരത്തി കൊടുക്കണം. നമ്മൾ ഈ പത്തിരിയൊക്കെ പരത്തില്ല, അതേപോലെ തന്നെ പരത്തിയാൽ മതി. അതേപോലെ തന്നെ അത് നമ്മൾ പരത്തി ഒരു ഇതായിട്ടുണ്ട്. നമ്മൾ നമുക്ക് ഏത് ഷേപ്പാണോ വേണ്ടത് അത് നമ്മളുടെ ഇഷ്ടം. നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണ്ടത് നിങ്ങൾക്ക് ആ ഷേപ്പിൽ അത് ഡ്രോ ചെയ്ത് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ അതിൽ സർക്കിളിൻ്റെ ശേഷം സ്ക്വയറിൻ്റെ ശേഷം ഉള്ള കാരണം ഞാനത് അത്യാവശ്യം വെറൈറ്റിക്ക് ഒരു ഹേർട്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം തന്നെ ഹേർട്ട് ഷേപ്പ് വരച്ചു കൊടുത്തിട്ടുണ്ട് ക്ലേ സോയിലിൽ. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വരയ്ക്കണമെങ്കിൽ വരച്ചാൽ മതി, നിർബന്ധമൊന്നുമില്ല. നമ്മൾ വരച്ച് അത് കട്ട് ചെയ്ത് കൊടുക്കാൻ പോകാം കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വന്ന ഭാഗങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കുകയാണ്. അല്ലേ, ഇതാണ് നമ്മളുടെ ഹേർട്ടിൻ്റെ ഇതാണ് കേട്ടോ ബേസ്. നമുക്ക് അതിൻ്റെ സൈഡിലാക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് ബാക്കി ക്ലേ വേണ്ടില്ലേ, ആ ക്ലീൻ എടുത്തിട്ട് അതൊന്നുകൂടി ഹാർഡ് ചെയ്യും. അപ്പോൾ നമ്മൾ സോഫ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറേ ഇതാക്കിയിട്ട് സോഫ്റ്റായി. ഇപ്പോൾ സോഫ്റ്റ് ആയത് ഞാൻ പരത്തി കൊടുത്തിട്ടുണ്ട്. പരത്തിയതിന് ശേഷം നമ്മളത് ഞാൻ എൻ്റെ സ്കെയിലിൻ്റെ ഒരു സൈസിലാണ് അതിൻ്റെ വലിപ്പം വിചാരിച്ചിട്ടുള്ളത്. സ്കെയിൽ വെച്ച് അത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ, സ്കെയിലിൻ്റെ സൈസിൽ. എന്നിട്ട് ഞാൻ സ്കെയിൽ കൊണ്ട് തന്നെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സിമ്പിൾ പണിയില്ലേ, നമ്മളിപ്പോൾ സിമ്പിളിലോട്ടല്ല പോയി, ഹാർഡായിട്ടൊന്നും ചെയ്യാത്ത. പൈസ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വന്നിട്ടുള്ള ഭാഗം അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇനി ഇത് ഡ്രൈ ചെയ്യാൻ വെക്കാട്ടെ. നമുക്ക് മാറ്റി വെക്കാം. ഇത് ആ ഹേർട്ടിൻ്റെ സൈഡിൽ വെക്കാനുള്ള ഭാഗങ്ങളാട്ടോ രണ്ടും. അപ്പോൾ ഗൈസ്, ഇത് അതിലും ബാക്കിയാകുന്നതാണ്. അപ്പോൾ അതിന് ഞാൻ പരത്തി കൊടുത്തിട്ട് ഞാനതിനെ മറ്റേ ആ സൈഡിൽ വെക്കാനുള്ള സാധനം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബാക്കിയാണ്, അപ്പോൾ വെറുതെ ഉണ്ടാക്കിയത്. നമുക്കതിൻ്റെ ഇതിന് വേണ്ടി വലുപ്പത്തിന് വേണ്ടി ഉണ്ടാക്കി മതി. ഞാൻ ബാക്കിയാണ് ഇതിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് അതൊക്കെ ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. അത്രക്കാണ്ട് ഡ്രൈ ആയിട്ടില്ല, ഇതാട്ടോ ഹോട്ട്, അത്രക്ക് ഡ്രൈ ആയിട്ടില്ല. ഓക്കെ, നമ്മൾ വേഗം മറ്റേ ആ ഒരു ഭാഗം വേഗം അതിനോട് ഒറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡിലൊക്കെ ഇങ്ങനെ വര എന്ത് പറയാറില്ല ആ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് എല്ലാത്തിൻ്റെ അടിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആദ്യം ഹേർട്ടിൻ്റെ ഇട്ട് കൊടുത്തു, പിന്നെ ഹേർട്ടിൻ്റെ സൈഡിൽ വെക്കാനുള്ള സാധനങ്ങളുടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ വെച്ചു, നമ്മൾ വെക്കാൻ പോട്ടോ. അതിന് മുന്നേ ഞാൻ കുറച്ച് വാട്ടർ ഇതാക്കിയിട്ടുണ്ട്. എന്താ പറയുക, അപ്പോൾ ഒന്നുകൂടി വേഗം ഒട്ടും. അപ്പോഴാണ് ഗൈസ് മനസ്സിലായി നമ്മൾ കട്ട് ചെയ്ത സൈസ് കുറച്ചുകൂടി വലുതായിപ്പോയി. ഞാൻ അതിൻ്റെയൊക്കെ നടുഭാഗം മുറിച്ച് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് കറക്റ്റ് സൈസ്. അപ്പോൾ അത് കറക്റ്റായിട്ടുണ്ട്. മറ്റേത് വെക്കാം, പക്ഷെ അതൊരു പോട്ടാവും. നമുക്ക് പോട്ടെല്ലാം നമ്മൾ ഉണ്ടാക്കണം, ഡ്രിങ്ക് ഫിഷാണ്. ഇതാണ് പ്രശ്നം. ഞാൻ ഉണ്ടാക്കിയ അത് വേറെ എന്തെങ്കിലും സാധനമായി പോകും. നമ്മളങ്ങനെ അത് ഫൈനൽ അതൊക്കെ വർക്കൊക്കെ ചെയ്തു. അതിപ്പോൾ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്, എന്നാലും ഡ്രൈ ആയിട്ടില്ല.
അത്യാവശ്യത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനതിന് വൈറ്റ് കളർ അടിച്ചെടുക്കുക ചെയ്തത്. വൈറ്റ് കളർ അടിച്ചപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഇളകി വന്ന് അതൊരു സോയിലൊക്കെ ഇളകി വന്നിട്ട് അതൊരു ബ്രൗണിഷ് ഷെയ്ഡായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ്.